ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. ഏതെങ്കിലും കണ്ണിച്ചോരില്ലാണ്ടൊക്കെ കാണിക്കണേ. അതല്ല അവരുടെ ജോലി. അത് ഉടുത്തണ സാരി കാണാൻ നല്ല രസമുണ്ടല്ലേ? ഞാൻ പറയാൻ വേണ്ടി വരികയായിരുന്നു. ഏത് ടെക്സ്റ്റൈൽസ് കേട്ടുണ്ടാവാം. ചാളി പറഞ്ഞിക്കാണ്ടേ നിർത്ത്, എനിക്ക് പേടിയാവുന്നു. അതെ, മിച്ചർ വെച്ചിരി താ ഇങ്ങോട്ട്. രണ്ടുപേരൊന്നും നിർത്തിച്ച് ഒന്ന് എണീറ്റ് പോവാമോ? ഞാൻ ഒന്ന് കണ്ടോട്ടെ. ഞാൻ പോവാം. ആ പോ. അല്ലെങ്കിലേ ഇവിടെ ഇരിക്കാം, നിങ്ങൾക്കൊരു കൂട്ടുണ്ട്. എനിക്ക് പേടിയാണല്ലോ പോവാ. അതല്ല, എനിക്ക് ഇവിടെ എന്തായാലും ഉറങ്ങാൻ പറ്റും. ഞാൻ ഒന്ന് പോലെ വെച്ചു പൂവടിക്കാണ്ട് തള്ളത്. എനിക്ക് പേടിയായിട്ടാണ് പോവാത്ത. നീ പോടി. നമ്മൾ പോയി കാണിച്ചെന്തേ ചെല്ലേ എന്ത് പോണില്ലേ? കാണിച്ചാ പോയി കാണിച്ചാ പോവല്ലേ ഞാൻ കാണിക്കും. സാധാരണ റിയൽ ഗോസ്റ്റ് വരുമ്പോ കരണ്ട് പോണ്. ഞങ്ങൾക്ക് KCB-യിലല്ലേ ജോലി. ആരെങ്കിലും ടോർച്ച് കത്തിക്ക്. അത് തീപ്പെട്ടുണ്ട്. അയ്യോ ഫോണില്ല, തോണാക്ക്. എന്തായാലും പോണില്ല. എനിക്ക് എന്നെയും കൂട്ട്. നിങ്ങൾ കണ്ടിട്ടു ഞാൻ ഞാൻ നടുവില് എന്തോന്നത്? ബിസ്ക്കറ്റ്, മിച്ചർ, ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആവോ? കഴിക്കുന്ന സാധനങ്ങളല്ലേ? ഇങ്ങനെ വൃത്തികേടാക്കി ഇടാമോ? 3-4 പെമ്പിള്ളേര് താമസിക്കുന്ന വീടാണ്, എന്നിട്ടാണ് ഇങ്ങനെ. ലച്ചു, പാപ്പു, കുഞ്ഞേ ഇങ്ങോട്ടാ. നീ എല്ലാത്തിനും ഞാൻ ശരിയാക്കും. രണ്ടിലൊന്നും അറിഞ്ഞിരുന്ന കാര്യം. പാപ്പു, ലച്ചു വരുന്നു അപ്പാ. എന്താ അപ്പാ ഇതൊക്കെ എന്തോന്നത്? എന്തോന്ന്? നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ല? മുഖത്ത് മത്തങ്ങ പോലെ 2 കണ്ണു തന്നിട്ടില്ലേ? എന്തിനു നിനക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലേ? ഇതാ ഇത് ഇന്നലെ കുഞ്ഞിയും പാപ്പും കൂടി സിനിമ കണ്ടതിന്റെ ബാക്കിയാ. സിനിമ കണ്ടതിന്റെ ബാക്കി എങ്ങനെ ഇത്രയും വൃത്തികേടാവും? അതൊന്നും എനിക്കറിയത്തില്ല. ഓ, അപ്പൊ നിനക്കില്ലേ ഒരു പങ്കുമില്ല? സിനിമ കാണാൻ ഞാനും ഉണ്ടായിരുന്നു, പക്ഷെ ഈ കിടക്കണ സാധനത്തിൽ നിന്നൊന്നും ഒരു തരി പോലും എനിക്ക് തിന്നാൻ തന്നിട്ടില്ല. അപ്പൊ നീ ഇവിടെ വൃത്തികേടാക്കിയിട്ടില്ല. ശരി, ഓക്കെ. എവിടെ ബാക്കി? ഇങ്ങോട്ടാ. ഇന്ന് 2-1 അറിഞ്ഞിട്ടാണ് കാര്യം. ഇങ്ങനെ ഈ ആഹാര സാധനം വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇത് കിട്ടാതെ എത്ര പേര് നടക്കുന്നുണ്ടെന്ന് അറിയാമോ? ഞാനല്ലല്ലോ, അവരല്ലേ. സ്റ്റാൻഡ് അപ്പ് ആൻഡ് ലൈൻ അപ്പ്. അവിടെ നിങ്ങൾ ആരൊക്കെ എന്നും കുളിക്കാറുണ്ട്? ഞാൻ എല്ലാ ദിവസവും കുളിക്കാം. ഞാനും എന്നും കുളിക്കാറുണ്ട്. ഞാൻ 2 നേരം കുളിക്കും. കുട്ടിമാൻ കുളിക്കാറില്ലേ? ശരിക്കും അവനവൻ കുളിക്കുന്നതേ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് അവനവൻ താമസിക്കുന്ന വീടും പരിസരവും വൃത്തിയാക്കി വെക്കണം. അതാണ് അന്തസ്. എന്താണ് അന്തസ്? വളഞ്ഞു മൂക്ക് പിടിക്കാണ്ട് കാര്യത്തിലേക്ക് വാങ്ങി പോയിട്ട് ഉറപ്പാണ്. ഞാൻ വളഞ്ഞൊന്നും മൂക്ക് പിടിക്കുന്നില്ല. കാര്യം എത്രേ ഉള്ളൂ, ഈ വീട് പരിസരമാക്കി നിങ്ങൾ വൃത്തിയാക്കണം. പെട്ടെന്ന് വൃത്തിയാക്കുന്നല്ല. ഇതൊക്കെ കുട്ടിമാവനെ ചെയ്തൂടെ? ഞാൻ ചെയ്യുമായിരുന്നു. നിങ്ങൾ ഈ കഴിച്ചതിൽ ഒരു കുഞ്ഞ് കപ്പലണ്ടിയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇനി ഞാൻ ചെയ്യില്ല, നിങ്ങൾ തന്നെ ചെയ്യണം.
എന്താണ് പറഞ്ഞു കേട്ടില്ലേ പോയി ചൂലെടുത്തിട്ട് വന്ന് ക്ലീൻ ചെയ്യും. അയ്യടി ഞാൻ ഇതിന്റെ വേലക്കാരിയാ, വേണേ പോയി ചൂലെടുത്ത് നോക്കടി. എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതാണ്. എനിക്കുണ്ടാ പറഞ്ഞ സാധനം ഡസ്റ്റ് അലർജി. നിനക്ക് ഞാൻ പറയണ കോപ്പി നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി അപ്പൊ വരാട്ടെ. എവിടെ പോകുന്നു? ഈ വിരലിൽ തൊടാ, 3 വിരലിൽ. ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. പാപ്പ് ഹാള്, ലച്ച് കിച്ചൻ, കുഞ്ഞുമുറ്റം അങ്ങനെ ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ, പെട്ടെന്ന് ഹരിയാ ജൽദി ജാओ. നന്നായിട്ട് ഒരച്ച് കഴിവ്. ഉറച്ച് കൊള്ളുന്നുണ്ട്. പതുക്കെ അവിടെ ഒരു മിനിറ്റ് വെറുതെ വേസ്റ്റ് ആക്കണ്ട. അങ്ങോട്ട് ഇവിടെ വാരി. അങ്ങനെ വാരി. എന്താണ് പോപ്സ്, ഒന്നും ഇങ്ങോട്ട് മാറി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇവിടെ ക്ലീൻ ചെയ്യാം. ഇവിടെയോ? പിടിച്ച കൊണ്ടുകളടി, ഒന്ന് സഹായിക്കാം അങ്ങോട്ട്. അയ്യോ, എന്തോ തലയും ചോറിനോടിക്കണ പറക്കറി ആടി. വൃത്തിയായിട്ട് എന്നാ പിടിച്ചോ, എടുത്തു വെച്ചോ. എവിടെ വയ്ക്കാൻ? നിന്റെ അടുത്തല്ലേ കൊണ്ട് കളയാൻ പറഞ്ഞ, അടിക്കല്ല. അയ്യോ നോക്കണ ഉണ്ടോ കണ്ടിട്ട് അതോട് എടങ്ങോട്ട്. എല്ലാം ക്ലീൻ ആക്ക്. കൊണ്ടേക്കളാ, നിനക്ക് കൊണ്ട് കളഞ്ഞൂടി. ഇതൊക്കെ വേറെ ആരെങ്കിലും പറക്കോ? പറക്കടേ അങ്ങോട്ട്. അയ്യോ അമ്മേ, അയ്യോ. പണിയെടുത്ത് മാറ്, എന്റെ നടുവൊടിഞ്ഞു. പാപ്പ എന്തോന്നും പറയട്ടെ, പാപ്പുന്റെ നടുവൊടിഞ്ഞില്ല. ഉണ്ടായത് പറഞ്ഞെങ്കിൽ പറയാനുള്ള അലർജി ഉണ്ടെങ്കിലല്ലേ. അതെ, മിച്ചറാണ് കോരിവാരിടുമ്പോ ആലോചിക്കണായിരുന്നു. നിങ്ങൾ ഒറ്റൊരാള് കാരണം പാരി കോരിട്ടത് നീ വലിച്ചിട്ടല്ലേ ഞാൻ കുഞ്ഞിടെ ഞാൻ വരെയൊക്കെ കഴിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. രണ്ടൂന്ന് നിർത്ത്. കഴിഞ്ഞത് കഴിഞ്ഞു, കിട്ടേണ്ടത് കിട്ടി. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓ അയ്യോ
ഇവിടെ ഒന്ന് തിരുമിക്ക് എപ്പോഴും നീ ആദ്യം കർപ്പൂരം ആദ്യം ഇട്ടിട്ട് എനിക്ക് ഇവിടെ മസാജ് ഇട്ട് ചൂട് പിടിച്ചത് എന്നിട്ട് ഞാൻ അത് ആലോചിക്കാം. നിനക്ക് എന്തെങ്കിലും ചോദിക്കണ ചെയ്തു തരാൻ പറ്റൂ? എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല അവൾക്കൊക്കെ ചെയ്തു കൊടുക്കണം. എൻ്റെ അടുത്ത് അങ്ങനെ കളിക്കാൻ പറ്റും. അതേ വലിയ സിമ്പിളാക്കി ഇവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ട, ഒന്നും ചെയ്യും വേണ്ട, ഒരുക്കിട്ട് നടക്കാൻ മതി. ഇതാരാ? ഇതെന്റെ ഫ്രണ്ട് ദീപ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ജോലിയുടെ എന്തായി? ഒന്നും ആയില്ലോട്. അതെ, അവളിപ്പോ വേറെ വലിയൊരു പ്രശ്നത്തിലാ. എന്ത് പ്രശ്നം? ആഹാ, എന്താണ് എല്ലാരും കൂടെ ചേർന്ന് ഒരു ഗൂഢാലോചന? ഈ വീട് എങ്ങനെ പൊളിച്ചെടുക്കാന്നായിരിക്കും. അല്ല ഇതാരി? ഓ ഓ ഓ, നിങ്ങളെ കൊണ്ട് പറ്റാത്തോണ്ട് വെളിയിൽ നാളെ അടയ്ക്കുന്നതായിരിക്കും അല്ലേ? ഇത് റീത്തുവിന്റെ ഫ്രണ്ടാ ദീപ. ദീപ ദീപ. പപ്പ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്. അല്ല അല്ല അല്ല, ഈ കൊച്ചെന്തിനോട് ഇവിടെ എന്തിനു? പപ്പ അവള് വലിയ പ്രശ്നത്തിലാ. കിടപ്പാടാണ് പ്രശ്നമെങ്കിൽ ഇനി ഇവിടെ ആരെയും കയറ്റി താമസിപ്പിക്കുന്നതല്ല. എന്റെ കുട്ടിമാമ ഒന്നും മിണ്ടാതിരിക്കേ. ആദ്യം ആ കൊച്ചിന്റെ പ്രശ്നം കേക്ക്. കുട്ടി, എന്താ കുട്ടിയുടെ പ്രശ്നം? എന്റെ ഏട്ടന്റെ കാര്യം റീത്തു എല്ലാരോടും പറഞ്ഞു കാണുമല്ലോ. ഏട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട് ബാങ്കിൽ പ്ലെഡ് ചെയ്തിട്ട് കുറച്ച് ലോൺ എടുത്തിരുന്നു. പിന്നീട് ആ തിരിച്ചടവൊക്കെ മുടങ്ങി. ഇപ്പൊ ബാങ്ക് വീട് ലേലത്തിൽ വെക്കാൻ പോവാ. അത് സ്വാഭാവികമായ നാട്ടു നടപ്പല്ലേ. ഇപ്പൊ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അത് സ്വാഭാവികമാണ്. പക്ഷേ പപ്പ ഇതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി ഒന്നുമില്ല. തിരിച്ചടവിന് കുറച്ച് സാവകാശം കിട്ടിയ ആ കട ഞാൻ എങ്ങനെയെങ്കിലും തീർത്തേനെ. ഇതിനകത്തിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ ആരെടുത്ത് ഇത്രയും പൈസ എടുക്കാനും ഇല്ല. എന്റെ കയ്യിൽ ഒട്ടുമില്ല. പക്ഷെ ലേലം ഒഴിവാക്കിയ കാര്യം നടക്കും. അതങ്ങനെ നടക്കും. ലേലം ഒന്നും ഒഴിവാക്കാൻ പറ്റൊന്നുമില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. എന്തോന്നു? ഇവരുടെ വീട്ടില് പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ കാര്യം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടി തുടങ്ങി. ഈ 2025 പ്രേതം പോകുന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? വിശ്വസിക്കും. നമ്മൾ ഇന്നലെ ആ സിനിമ കണ്ടിട്ട് പേടിച്ചില്ലേ? അപ്പൊ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കുട്ടിക്ക് വേണ്ടി നമ്മളൊരു കളി കളിക്കുന്നു. കുഞ്ഞേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഈ പ്രശ്നത്തിൽ നമുക്ക് യാതൊരു ബന്ധവുമില്ല. കുട്ടിമാമയ്ക്ക് ഒരു ആർമി ഓഫീസറാന്ന് പറയുന്ന ആണില്ലേ? പട്ടാളക്കാരൻ ആൾക്കാരെ സഹായിക്കാ വേണ്ടത്, അല്ലാതെ പട്ടാളക്കഥ പറഞ്ഞിരുന്നാലേ പട്ടാളക്കാരനാവില്ല. സ്റ്റോപ്പ്. പറ, ഞാൻ എന്ത് ചെയ്യണം? പറ. നമ്മൾ ആ കുട്ടിയെ സഹായിക്കണം. ഓക്കെ, ഐ ആം ഇൻ. ഈ മിഷൻ പപ്പൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളും. പക്ഷേ ഞാനായിരിക്കും ക്യാപ്റ്റൻ. ഓക്കെ. അപ്പോൾ മിഷൻ ചക്രവ്യൂഹം സ്റ്റാർട്ട്. Super girls, is girls.